നമസ്കാരം. ഇന്ത്യ കൊളംബോയെ പരാജയപ്പെടുത്തി. ക്രിക്കറ്റിലല്ല, സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. സാധാരണ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഇത്തരം താരതമ്യങ്ങൾ സെയിലിംഗ് കമന്ററി അവതരിപ്പിക്കാറുള്ളത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പോർട്ടിന്റെ കണക്ക്, ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളുടെയും കണക്കുകൾ, കണ്ടെയ്നർ ടെർമിനലുകളുടെ കണക്കുകൾ 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി തീർച്ചയായും കിട്ടും. ചില നല്ല സുഹൃത്തുക്കൾ ഉടനെ തന്നെ സെയിലിംഗ് കമന്ററിക്ക് അത് ഷെയർ ചെയ്യും. അതുകൊണ്ട് ഇന്ത്യയിലെ പോർട്ടുകളുടെ കണക്കുകൾ കൃത്യമായ വിവരം കിട്ടും. പക്ഷേ ഇത് കൊളംബോ ആയതുകൊണ്ട് കൊളംബോയിലെ എല്ലാ ടെർമിനലും അല്ല, നമുക്ക് താല്പര്യമുള്ളത് കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലാണ്. അവിടുത്തെ കണക്ക് കിട്ടാൻ അത്ര എളുപ്പമല്ല. എന്തായാലും ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് ദ കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനൽ ഹാൻഡിൽ ഓവർ 1.1 MTU in its first year of operations which commenced in April 2025. അപ്പോൾ ഒരു വർഷം, നമ്മളെ പോലെ തന്നെ സാമ്പത്തിക വർഷം കഴിഞ്ഞ ഏപ്രിലിൽ തുടങ്ങിയത്. അപ്പോൾ ഈ മാർച്ച് ആവുമ്പോൾ ഒരു വർഷമായി. ഹാൻഡിൽ ചെയ്തത് 1.1 MTU എന്ന് പറഞ്ഞാൽ 11 ലക്ഷം. ഇപ്പൊ നമ്മൾ ബീറ്റ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞ, ക്രിക്കറ്റിലല്ല, കണ്ടെയ്നറുകളുടെ കാര്യത്തിലാണ് നമ്മൾ ബീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എത്രയാണ്? 1.29, പ്രിസൈസ്ലി 12,96,743 നമ്മുടേത്. അവരുടേത് 11 ലക്ഷത്തിലധികം എന്ന് പറയാം. അപ്പോൾ 12 ലക്ഷമാണെങ്കിൽ 12 ലക്ഷത്തിലധികം എന്ന് പറഞ്ഞേനെ. അപ്പോൾ 11 ലക്ഷത്തിലധികമാണ് അവരുടേത്. നമ്മുടേത് 13 ലക്ഷത്തിനടുത്ത്, 12,96,743. നിസ്സാര കാര്യമല്ല. കാരണം എന്താണ്? അവർക്ക് പല അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്, കണ്ടെയ്നർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് 45 വർഷത്തെ അനുഭവ പരിജ്ഞാനമുണ്ട് കൊളംബോയ്ക്ക്. അവിടുത്തെ ടെർമിനലിന്റെ കാര്യം കൂടി അറിയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി നമ്മൾ എത്രത്തോളം മികവാർന്ന പ്രവർത്തനമാണ് നടത്തിയത്. ദി ഓപ്പറേഷൻ ബർത്ത് ലെങ്ത് അറ്റ് കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനൽ ഈസ് 1400 മീറ്റേഴ്സ്. 1400 മീറ്റർ ആണ് അവരുടെ ബർത്തിന്റെ ലെങ്ത്. പക്ഷേ വിത്ത് ദ ഫസ്റ്റ് ഫേസ് ഹാവിംഗ് ആൻ 800 മീറ്റർ ബർത്ത്. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മളെ പോലെ തന്നെ 800 മീറ്റർ ബർത്താണ്. അപ്പൊ കൃത്യം നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നതാണ് കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനൽ. പിന്നെയുമുണ്ട് അവിടുത്തെ അവർക്കുള്ള മെച്ചങ്ങൾ എന്താണ്? 45 വർഷത്തിന് മുമ്പ് തുടങ്ങിയ അനുഭവം. ഗേറ്റ് നമ്മളെ പോലെ അടച്ചിട്ടിരിക്കുകയല്ല. അവർക്ക് ഓൺ കാർഗോ കൊണ്ടുവരാനും പുറത്തു കൊണ്ടുപോകാനുമുള്ള എല്ലാ സൗകര്യമുണ്ട്. എല്ലാ ഓപ്പറേറ്റേഴ്സും അവിടെ, നമ്മൾ നോക്കുമ്പോൾ മിക്കവാറും എല്ലാ കപ്പൽ കമ്പനികളും ഈ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലുണ്ട്. കൂടുതൽ വ്യാപാരം നടക്കുന്നത് ബംഗ്ലാദേശിന്റെയാണ്. മിക്കവാറും കപ്പലുകൾ ബംഗ്ലാദേശിന്റെയാണ് വരുന്നത്. പിന്നെയുള്ളത് ഗേറ്റ്വേ കാർഗോ എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗേറ്റ്വേ കാർഗോയുടെ ആനുകൂല്യവും അവർക്കുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യത്യാസമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം പ്രധാനമായും 45 വർഷത്തെ അനുഭവ പരിജ്ഞാനവും അതിലൂടെ രൂപീകരിച്ച ഒരു വലിയ ആംബിയൻസും, കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും അവർക്ക് നൽകാൻ കഴിയും. ഇപ്പൊ തന്നെ CHS കൊളംബോ എന്ന് പറഞ്ഞൊരു കപ്പൽ നമ്മുടെ ഇവിടെ കിടക്കുകയാണ്. കൊളംബോയ്ക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല, എന്തോ പെർമിഷന്റെ തകരാറ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം സെയിലിംഗ് കമന്ററി തരാം. അപ്പൊ കപ്പൽ അറ്റകുറ്റപ്പണിക്കും അവിടെ സൗകര്യമുണ്ട്. അപ്പോ കപ്പൽ ഓപ്പറേറ്റർമാര് നമ്മളെക്കാൾ പ്രിഫർ ചെയ്യുന്നത് കൊളംബോയാണ്. കാര്യം കൂടുതൽ ടെർമിനലുകളുണ്ട്. ഏതൊക്കെയാണ് ടെർമിനൽ? ജയ ടെർമിനൽ 1981 ജയ ടെർമിനൽ പ്രവർത്തനം തുടങ്ങിയത്. ജയവർദ്ധനയായിരിക്കും അവരുടെ പ്രസിഡന്റ്, ജയവർദ്ധനയുടെ പേരിലുള്ളതാണ്. പിന്നെ സൗത്ത് ഏഷ്യ ഗേറ്റ്വേ, കൊളംബോ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ, യൂണിറ്റി കണ്ടെയ്നർ ടെർമിനൽ. ഇത് 4 കൂടാതെയാണ് വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനൽ. അപ്പൊ 5 ടെർമിനൽ അവർക്കുണ്ട്. അപ്പൊ ഇത്രയും ഒരു വലിയ ആംബിയൻസിന്റെ ആനുകൂല്യം മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് അവർക്കുള്ളപ്പോൾ അവർ 1.1 നേടി എന്ന് പറയുന്നത് അത്ര വലിയ നേട്ടമല്ല. അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്നലെ പറഞ്ഞ ഒരു ശിശുവാണ് TRV. 12.9 എന്നുള്ള മികവാർന്ന പ്രവർത്തനമാണ് TRV നടത്തിയിരിക്കുന്നത്. താരതമ്യത്തിന് പറ്റിയ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇൻ ഇറ്റ്സ് ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻസ് CWIT, Colombo West International Terminal, reached over 1 million TEUs, making it the fastest terminal. അതാണ് നമ്മൾ പ്രത്യേക ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത്. Making it the fastest terminal to achieve this milestone at Colombo Port. കൊളംബോയിലെ മറ്റ് 4 പോർട്ടുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ
വളരെ വേഗത്തിൽ 1 മില്യൺ പൂർത്തിയാക്കി എന്നുള്ളൊരു പ്രത്യേകത കൂടി വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര വേഗത്തിലാണ്. അപ്പോൾ അവിടെയുള്ള ബാക്കി എല്ലാ ടെർമിനലിലെയും നമ്മൾ ബീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അവർ തുടങ്ങിയ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ടെർമിനലുകളെയും ബീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ വാചകത്തിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്നത്. The total berth length of all Colombo terminals is approximately 4 kilometers. അവരുടെ എല്ലാ ടെർമിനലിലും കൂടിയുള്ള ആകെ ബർത്തിന്റെ നീളം 4 കിലോമീറ്റർ ആണ്. നമുക്കിവിടെ 800 മീറ്ററേ ഉള്ളൂ, അവിടെ 4 കിലോമീറ്റർ. അപ്പോൾ ഒരു ആംബിയൻസിന്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. വിത്ത് 14 കണ്ടെയ്നർ ബർത്ത്, നമുക്ക് 2 ഉള്ളൂ, അവർക്ക് 14 ബർത്ത് ഉണ്ട്, ഇൻക്ലൂഡിംഗ് 10 കണ്ടെയ്നർ ബർത്ത് ആൻഡ് 4 ഫീഡർ ബർത്ത്. 10 ഈ നമ്മൾ പറയുന്ന പോലെ മദർ വെസലുകളെയൊക്കെ നിർത്താൻ പറ്റുന്നതും 4 ഫീഡർ വെസലുകൾ. അപ്പോൾ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗജ അന്തരമാണ്. എന്നിട്ടും നമ്മൾ പിടിച്ചു നിന്നു എന്ന് മാത്രമല്ല, വളരെ മെച്ചപ്പെട്ട പ്രവർത്തനം. പോർട്ട് 135% നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൊളംബോ എന്ന് മുഴുവൻ പറയുന്നില്ല, വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലിലെ വളരെ ഭംഗിയായി നമ്മൾ പിന്നിലാക്കി. ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകർ സെയിലിംഗ് കമന്ററിയേക്കാൾ വളരെ വളരെ മിടുക്കരാണ്. ഞാൻ നേരത്തെ സമ്മതിച്ചല്ലോ, അവതാരകനേക്കാൾ അല്ലെങ്കിൽ പ്രോഗ്രാമിനേക്കാൾ മിടുക്കരായ പ്രേക്ഷകരാണുള്ളത്. ഇവിടെ ലൊറേറ്റോയുടെ കാര്യത്തിൽ മനുവും സെയിലിംഗ് കമന്ററിക്കും ഒരു സംശയമുണ്ട്. കാര്യം 935 കപ്പലുകൾ ഇപ്പൊ 37ആയി. 937 കപ്പലുകളുടെ ഓർമ്മയൊന്നും നിൽക്കില്ല. കമ്പ്യൂട്ടറിലൊക്കെ അടിച്ച് വെക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് MSC മിക്കോൾ എന്ന് അടിച്ചാൽ പെട്ടെന്ന് കാണിച്ചു കൊടുക്കും. അങ്ങനെയാണോ അല്ലയോ, എന്തായാലും ശ്രീനി രാവിലെ തന്നെ മെസ്സേജ് ഇട്ടു, MSC ലൊറേറ്റ ബർത്ത് അറ്റ് TRV ഓൺ 1/11/25 1/11/2025. ശ്രീനി ഡേവിഡ് അതിനേക്കാൾ കുറച്ചുകൂടെ ലൊറേറ്റോ കെയിം 2 times, 2 പ്രാവശ്യം ഇവിടെ വന്നു എന്നുള്ളത് ഡേവിഡും പറഞ്ഞു, അക്ഷയും പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ തവണയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അല്ല, ലൊറേറ്റോയുടെ കാര്യത്തിൽ VJ, ഐറിന, ലൊറേറ്റോ, മിഷേൽ കപ്ലേനി, മാരിയല്ല, മിഖോൾ, തുർക്കിയെ ഓൾ ഹാവ് ബർത്ത് അറ്റ് വെടിഞ്ഞു. ഈ പറയുന്ന ഐറിന വരുന്നുണ്ട്. ഐറിന സീരീസിലുള്ള എല്ലാ കപ്പലുകളും ഇവിടെ എത്തിയെന്ന് VJ. അപ്പോൾ വളരെ കൃത്യമായി TRVയുടെ പെർഫോമൻസിനെ കുറിച്ചും മറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചും ഒക്കെ പഠിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നല്ല ബോധ്യമുള്ള പ്രേക്ഷകർ സെയിലിംഗ് കമന്ററിക്ക് ഉണ്ട് എന്നതിൽ സെയിലിംഗ് കമന്ററിക്ക് അഭിമാനമുണ്ട്. ഒരു കത്തുകൂടി വായിച്ച് നമുക്ക് ഇന്നത്തെ സെയിലിംഗ് കമന്ററി അവസാനിപ്പിക്കാം. ഫിറോസ് കാപ്പിലാണ് എഴുതുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന സമുദ്രപാതയായ ഹോർമോസ് കടലിടുക്ക് അടച്ചിട്ടുകൊണ്ട് ഇറാൻ വലിയ പ്രതിസന്ധിയാണ് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാക്കിയത്. ഏതാണ്ട് അതിന് സമാനമായിട്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമുദ്ര ഗതാഗതം ഉന്നതിയിൽ എത്തിക്കേണ്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഗേറ്റ് അടച്ചിട്ടുകൊണ്ട് കേരള സംസ്ഥാന ഭരണകൂടം രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. നല്ല കമ്പാരിസൺ ആണ് മിസ്റ്റർ ഫിറോസ്. ഒരു പ്രദേശത്തെ ഗൾഫ് എന്ന് പറയാവുന്ന ആരാണ്? ഇറാഖ് തുടങ്ങിയുണ്ട്. ഇറാഖ്, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ, UAE, സൗദി അറേബ്യ, ഇപ്പുറത്ത് ഒമാന് പിന്നെയും രക്ഷാമാർഗങ്ങളുണ്ട്. ഇത്രയും രാജ്യങ്ങൾക്കുള്ള വാതായനം കൊട്ടി അടച്ചിരിക്കുകയാണ് ഹോർമോസ് അടച്ചിട്ടതിലൂടെ. ഇന്ത്യ മഹാരാജ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രാൻസ്ഷിപ്മെന്റ് നടത്താൻ വിസമ്മതിക്കുന്ന വിധത്തിൽ നമ്മുടെ കടലിടുക്ക് TRV എന്ന് പറയുന്ന ഗേറ്റ് അടച്ചിട്ടതും ബെസ്റ്റ് 1ാം തരം ഒരു താരതമ്യമാണ് ഫിറോസ് കാപ്പിൽ നടത്തിയിരിക്കുന്നത്. ഗേറ്റ് തുറന്നു കൊടുത്തെങ്കിൽ കുറഞ്ഞ പക്ഷം ട്രാൻസ്ഷിപ്മെന്റ് കോസ്റ്റിനത്തിലുള്ള പണമെങ്കിലും വേഗത, എത്ര വേഗതയിൽ കണ്ടെയ്നറുകൾ എത്തിക്കാൻ പറ്റുന്നത്, എല്ലാ രാജ്യങ്ങളിലോട്ടും എത്ര വേഗതയിൽ എത്തിക്കാൻ, നിരവധി ട്രാക്കിങ്ങിലൂടെ നമ്മൾ നിരവധി ഉദാഹരണങ്ങൾ. 25 ദിവസം 30 ദിവസത്തിനപ്പുറം ഒരു യാത്രയില്ല. അമേരിക്ക ആയാലും ഇപ്പുറത്ത് കൊറിയ ആയാലും, അങ്ങറ്റത്ത് കൊറിയ, ജപ്പാന്റെ കഥ നാളെ അവതരിപ്പിക്കാം. അങ്ങനെ വളരെ എഫിഷ്യന്റ് ആയിട്ട് കാർഗോ മൂവ്മെന്റ് നടത്താൻ കഴിയുന്ന ഒരു പോർട്ടിന്റെ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത് ഹോർമോസ് ഉപരോധം തന്നെയാണ്. രാജ്യത്തെ വ്യവസായികളെ മാത്രമല്ല, അതിലൂടെ സാധാരണക്കാരെയും പീഡിപ്പിക്കുന്ന നടപടിയാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആവർത്തിച്ചു പറയേണ്ടിയിരിക്കുന്നു.